السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. الحمد لله نحمده ونستعينه ونغفر له ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله ودين الله يظهره على الدين ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. وقال نبينا رسول الله صلى الله عليه وسلم: أحب الناس إلى الله أنفعهم للناس وأحب الأعمال إلى الله سرور تدخله على مسلم أن تكشف عنه كربا أو تقضي عنه دينا أو تطرد عنه جوعا لأن أمشي مع أخي بحاجة أحب إلي من أن أعتكف في هذا المسجد، يعني مسجد المدينة شهرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شغل. لا إله إلا الله الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. يا قديم الإحسان يا هادي المضلين وإياك نعبد وإياك نستعين. ബഹുമാന ആദരവായ സദസ്സിൽ പ്രവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യാഥാർത്ഥ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നാമങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിയായ ഔദാര്യങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ ജനിച്ചു വീണ പിഞ്ചു പൈതലിനെ പോലെ ഹൃദയം ശുദ്ധീകരിച്ച് പാപമുക്തമായി സ്വർഗാവകാശിയായി നരകത്തിൽ നിന്ന് മോചിതനായി
അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹനായി നല്ല ഒരു വർഷത്തേക്ക്, നല്ല ഒരു ജീവിതത്തിലേക്ക്, നല്ലൊരു കുടുംബത്തേക്ക്, നല്ലൊരു നാട്ടിലേക്ക്, നല്ലൊരു ദുനിയാവിലേക്ക്, നല്ലൊരു സമൂഹത്തിലേക്ക് ഒരു ഉത്തമനായ വ്യക്തിത്വമായി അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകാൻ കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ 22 അഥവാ പരിശുദ്ധ റമളാന്റെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് 3 രാത്രിയും 2 പകലും പിന്നിട്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് നോമ്പും തറാവിയും മറ്റു അമലുകളും പൂർത്തിയാക്കുന്നതായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിന്റെ സവാബിനെ, പ്രതിഫലത്തെ വിതരണം ചെയ്യുന്ന സമയമാണ് പരിശുദ്ധ റമളാന്റെ 3-ാമത്തെ 10 എന്നുള്ളത്. ആ പ്രതിഫലം എന്നുള്ളത് ഒന്ന് നരകമോചനവും മറ്റൊന്ന് സ്വർഗപ്രവേശനവുമാണ്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ വആഖിറുഹു ഇത്ഖു മിനന്നാർ എന്നാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ആയപ്പോ നമ്മളൊക്കെ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധ റമളാനിന്റെ 3-ാമത്തെ 10-ൽ അല്ലാഹു വിചരണം ചെയ്യുന്ന പ്രതിഫലമാണ്. ഒന്ന് നരകത്തിൽ നിന്ന് നമ്മളെ വിദൂരത്താക്കുന്നു, മറ്റൊന്ന് സ്വർഗത്തിൽ നിന്ന് പരദോസയിൽ ആതുല്ലസിക്കാൻ ഒരു ടിക്കറ്റും നമുക്കും തയ്യാറാക്കി വെക്കുന്ന ദിനങ്ങൾ, ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവസാനത്തെ 10-ൽ അല്ലാഹു വെച്ചിരിക്കുന്ന മഹാഭാഗ്യം എന്നുള്ളത്, അതാണ് നമ്മുടെ വിഷയം എന്നുള്ളത്. പുണ്യമേറിയതായ രാവുകളും ലൈലത്തുൽ ഖദ്റുമാണല്ലോ. ഈ അവസാനത്തെ 10-ൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ലൈലത്തുൽ ഖദ്ർ ഒരു അത്ഭുത രാവാണ്. അത് റമളാനിന്റെ 27-ാം രാവിലാണോ, അതല്ല ഇന്നലെ കഴിഞ്ഞു പോയ 21-ന്റെ രാവിലാണോ, അതല്ലെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന 23-ന്റെ രാവിലാണോ, 25-ന്റെ രാവിലാണോ, 27-ലോ 29-ലോ റമളാന്റെ അവസാനത്തെ രാവിലോ, ഏത് രാത്രിയും പ്രതീക്ഷിക്കാം. കൂടുതൽ സാധ്യത എന്നാണ് റമളാനിന്റെ ഈ അവസാനത്തെ 10-ലെ ഏത് ദിവസവും അത് സംഭവിക്കാം. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 27-ാം രാവിനായില്ലേ, അതുകൊണ്ട് ഈ വർഷവും 27-ന് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. വർഷങ്ങളും ദിവസങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് അത് പല ദിവസങ്ങളും മാറി വന്നേക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന ദിവസമാണ് എന്ന് നമുക്ക് നിശ്ചയിച്ചു തരാതിരുന്നതെന്നറിയോ? ഈ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് വന്നല്ലോ. സർവ സമയവും ആ ഒരു ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും അതുക്കാലും ദിക്റുകളും സ്വപ്നമൊക്കെയും കൂടുതലായി ഒരു ദിവസത്തിന് മീതിയായി എടുത്ത ദിവസം 21-ന്റെ അന്ന് എത്രയാണോ സദഖ നൽകിയത് അതിന്റെ ഇരട്ടി 22-ന് കൊടുക്കുന്നു, 23-നും കൊടുക്കുന്നു. അങ്ങനെ 10 ദിവസം സദഖകളാണ്. ഖുർആൻ ഓതലാണ്, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്, സ്വലാത്തുകൾ ചൊല്ലലാണ്, തസ്ബീഹുകൾ, അസ്കാറുകൾ, തൗബകൾ, ഇങ്ങനെ ഓരോ രാത്രി പകലുകൾ കമന്ന് നടക്കുമ്പോ അതിലേക്കും ധാരാളമായിട്ട്
അത് നമ്മൾ എന്നാണെന്നറിയാതെ എന്ന് സംഭവിച്ചാലും നമുക്ക് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് ഉറപ്പാകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ വേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ അവസരമാണ് പരിശുദ്ധ റമദാനിന്റെ ഈ ദിനരാത്രങ്ങൾ എന്നുള്ളത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ റമദാനിൽ ആയതുകൊണ്ടാണ് റമദാനിന് പോലും ഇത്ര പവിത്രതയുണ്ടായത്. 1000 മാസത്തെ ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന രാവാണ്. 1000 മാസം എന്ന് പറയുമ്പോ 1012 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം 83 വർഷക്കാലം രാവും പകലുമില്ലാതെ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്തു. തന്റെ കണ്ണ് കൊണ്ടൊരു ഹറാമ കണ്ടിട്ടില്ല, തന്റെ നാവ് കൊണ്ടൊരു ഹറാമ സംസാരിച്ചിട്ടില്ല, ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, അസൂയ ഉണ്ടായിട്ടില്ല, കുശുമ്പ് ഉണ്ടായിട്ടില്ല, വാശി ഉണ്ടായിട്ടില്ല, വൈരാഗ്യം ഉണ്ടായിട്ടില്ല. തന്റെ ഹൃദയം കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ ശരീരം കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, തന്റെ പ്രവർത്തനങ്ങൾ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. അല്ലാഹു കൽപ്പിച്ചതായ എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാ ഫർളുകളും പാലിച്ചുകൊണ്ട് അവൻ ഫർളായ നമസ്കാരങ്ങൾ മുഴുവനും നമസ്കരിച്ചിട്ടുണ്ട്, നിർബന്ധമായ സകാത്ത് കൊടുത്തിട്ടുണ്ട്, സുന്നത്തായ ദാനധർമ്മങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ട്, ഹദിയകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അവന്റെ ജീവിതമുണ്ടല്ലോ, രാവിലെ സുബഹിക്ക് അവൻ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അല്ലാഹ് എന്ന ചിന്ത മാത്രമാണ് അവനുള്ളത്. ദുനിയാവിനെ കുറിച്ച് ചിന്തയില്ല, നാടിനെ കുറിച്ച് ചിന്തയില്ല, വീടിനെ കുറിച്ച് ചിന്തയില്ല. നാളെ ആഖിറത്തിൽ മാത്രം വിജയമെന്ന ഉദ്ദേശത്തോടു കൂടി തന്റെ മയ്യും മനസ്സും ശരീരം മുഴുവനും രാപ്പകൽ മുഴുവനും മാറ്റിവെച്ച ഒരു മനുഷ്യൻ 83 വർഷക്കാലം ചെയ്തതായ പ്രതിഫലമുണ്ടല്ലോ ഒറ്റ രാത്രി കൊണ്ട് നൽകാമെന്നാണ്. ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ. ഇവിടെ മുമ്പിൽ ആള് കുറവാണ്, ബാക്കിൽ എത്ര ആളുണ്ട് എന്നറിയില്ല. ഇനി കുറച്ചാളാണെങ്കിലും ഉള്ള ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ലൈലത്തുൽ ഖദ്ർ എന്ന അതല്ലെങ്കിൽ പരിശുദ്ധ റമദാനിന്റെ ഇനി അവശേഷിക്കുന്ന ഈ 7 രാത്രികൾ 8 രാത്രികൾ കവിഞ്ഞുകൂടാൻ. ഇങ്ങനെ നിഷ്കളങ്കനായ ഒരു വ്യക്തി ഒരു മനുഷ്യായുസ് മുഴുവനും ചെയ്ത പ്രതിഫലത്തെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന അത്ര മഹത്വരമായ മഹാത്ഭുതമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. നമ്മളോട് നമ്മുടെ യജമാനൻ അല്ലെങ്കിൽ നമ്മുടെ മേലാധികാരി നമ്മളോട് പറയുന്നു, ഇന്നത്തെ രാത്രി നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 1 മാസത്തെ ശമ്പളം ഫുള്ളായിട്ട് ഈ ഒരൊറ്റ രാത്രിക്ക് നൽകാമെന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗം സഹിച്ചും അന്നത്തെ രാത്രിക്കത്തെ ആ ഓവർ ടൈം ജോലി നമ്മൾ ഒഴിവാക്കുമോ? അതല്ലെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ പോകുന്നു, ഫ്രീ ആയിട്ട് നമുക്ക് തൈ കിട്ടുന്നുണ്ട്, വൃക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, ചെടികൾ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോ നമ്മളത് ഒഴിവാക്കി കളയാറില്ലല്ലോ. എന്ത് ത്യാഗം സഹിച്ചും എന്ത് അറുത്താൽ വന്നാലും അവിടെ ഓടിയെത്താൻ നമ്മൾ പരിശ്രമിക്കാറില്ലേ? അതല്ലെങ്കിൽ നമുക്കൊരു അനുകൂലം ഉണ്ടെന്ന് പറയുമ്പോ അത് എന്ത് രേഖയാണ് ആവശ്യമെങ്കിലും അത് എത്ര ത്യാഗം സഹിച്ചും അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി ആ അനുകൂലം നേടിയെടുക്കാൻ നമ്മൾ സന്നദ്ധരാവൂലേ? എന്നതുപോലെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ശരീരത്തിന്റെ യജമാനൻ ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി, എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിൽ മുഴുകി പാപപങ്കിലമായ ഹൃദയത്തോടെ ജീവിച്ച മനുഷ്യനോട് അല്ലാഹു പറയുന്നു, ലൈലത്തുൽ ഖദ്ർ ഇദാ വന്നിരിക്കുന്നു. ഓവർ ടൈം ജോലി ചെയ്താൽ ഒരു മനുഷ്യായുസ് മുഴുവനും നിഷ്കളങ്കമായ മുത്തഖിയായ ഒരു വ്യക്തി ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലുള്ള അവിടെ സർവ്വ അമ്പിയാക്കളെ പോലും ഔലിയാക്കളെ പോലും ആലിമീങ്ങളെ പോലും സിദ്ദീഖീങ്ങളെ പോലും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ പോലും 83 വർഷക്കാലം ചെയ്ത പ്രതിഫലത്തെ
ഒറ്റ ദിവസം കൊണ്ട് നൽകാമെന്ന് അല്ലാഹു നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ ത്വഹാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. അതുകൊണ്ട് ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഒന്നാമതായിട്ട് ഇനിയുള്ള ഒറ്റ രാവുകളും ഒറ്റ പകലുകളും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളൊക്കെയും സന്നദ്ധരാവണം. മാത്രമല്ല തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ വഹാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അകമ്പടികളോടുകൂടി ധാരാളം മലക്കുകളതാ ആകാശ ലോകത്തിൽ നിന്നും വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. എന്തിനു വേണ്ടി? നമുക്ക് റഹ്മത്ത് നൽകാൻ വേണ്ടിയിട്ട്, ബർക്കത്ത് നൽകാൻ വേണ്ടിയിട്ട്. ലൈലത്തുൽ ഖദർ എന്നുള്ളത് റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും രാവാണ്. തനസ്സൽ മലായിക എന്ന ആ ഒരു പരിശുദ്ധ ഖുർആന്റെ വാക്യത്തിന് മഹാനായ ഇബ്നു കസീർ തങ്ങൾ നൽകിയ തഫ്സീർ നമുക്ക് സുപരിചിതമാണ്. മഅത്തനസ്സുൽ ബർക്കത്തി വറഹ്മാ, ബർക്കത്തോട് കൂടിയാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത്, ദുനിയാവിൽ ബർക്കത്ത്, ദുനിയാവിൽ റഹ്മത്ത്, മരണത്തിൽ ബർക്കത്ത് ലഭിക്കുന്നു, ഖബറിൽ റഹ്മത്ത് ലഭിക്കുന്നു. നമ്മുടെ മഹ്ശറിൽ നമുക്കത് റഹ്മത്താണ്. നമ്മുടെ അസറിന്റെ സമയത്തൊക്കെ ധാരാളം മരണവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ദുആ ചെയ്യുന്നവരാണല്ലോ. ആ മരണത്തിൽ ബർക്കത്താണ്, ഖബറിൽ ബർക്കത്താണ്, റഹ്മത്താണ്. ഇതെല്ലാം നമുക്ക് നൽകുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. മാത്രമല്ല മൂന്നാമതായിട്ട് മലക്കുകൾ വിശ്വാസികൾ ആശീർവദിക്കുന്ന രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാം ഫീഹാ. മലക്കുകൾ ആശീർവാദം, മലക്കുകൾ നമുക്ക് സലാം ചൊരിയുന്നത്, നമുക്ക് രക്ഷ നൽകുന്ന മാസമാണ്, ദിവസമാണ്, രാവാണ്. അൽ മലായികത്തു ലാ തമുറു ബിമുഅ്മിനിൻ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലുണ്ടല്ലോ, അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അകമ്പടിയോട് കൂടി കടന്നു വന്ന മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യനെ വിട്ടുകിടക്കൂല. വലാ ബിമുഅ്മിനത്തിൻ, ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീയെയും വിട്ടുകിടക്കൂല. ഇല്ലാ സല്ലം തഅലൈഹി, അവനക്ക് സലാമിനെ ചൊരിഞ്ഞിട്ടല്ലാതെ, അവനെ ആശീർവദിച്ചിട്ടല്ലാതെ പ്രഭാതം വരെ മലക്കുകൾ ഇങ്ങനെ നടക്കുന്ന പോകുന്ന വഴിയിലൂടെ ഏതെല്ലാം മുഅ്മിനായ മനുഷ്യനെ കാണുന്നുവോ, മുഅ്മിനത്തായ പെണ്ണിനെ കാണുന്നുവോ, അവർക്കൊക്കെയും അല്ലാഹു റഹ്മത്തിന്റെ ബർക്കത്തിന്റെ മാലാഖമാരായ മലക്കുകളുടെ സലാമത്ത് നൽകുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ തഫ്സീറിലൂടെ മഹാന്മാരായ സലഫുസ് സ്വാലിഹീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ച് ഒരു വർഷത്തെ ബഡ്ജറ്റ് മലക്കുകൾക്ക് കൈമാറുന്ന രാവാണ്. നമുക്കറിയാം 2 രാവുകൾ, ഒന്ന് ലൈലത്തുൽ ബറാഅയുണ്ട്, ഒന്ന് ലൈലത്തുൽ ഖദറുമുണ്ട്. ലൈലത്തുൽ ബറാഅയിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ ഈ വർഷത്തെ ഈ വർഷം ആര് ജനിക്കണം, ആര് മരിക്കണം, ആർക്കൊക്കെ അനുഗ്രഹങ്ങൾ വേണം, ആർക്കെല്ലാം വിപത്തുകൾ വരണം, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ദുനിയാവിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് നമ്മൾക്ക് കണക്കാക്കിയതായ കാര്യങ്ങൾ കണക്കാക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ എന്നുള്ളത്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് മലക്കുകൾക്ക് അവരവരെ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൈലത്തുൽ ബറാഅത്തിന് ലിസ്റ്റിട്ടതാണ്. ആരൊക്കെ എപ്പോഴൊക്കെ മരിക്കണം എന്ന് അവരൊക്കെയും തീരുമാനിച്ചപ്പോ അതിന്റെ ആ ഡ്യൂട്ടി അസ്റായീൽ ഏൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കുന്ന ലൈലത്തുൽ ഖദറിലാണ്. മികായിൽ അലൈഹിസ്സലാം ഇടിയും മിന്നലും കാറ്റുമൊക്കെയും ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ വേണമെന്നുള്ളതായ ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ബഡ്ജറ്റുകളും തയ്യാറാക്കുമ്പോ അല്ലാഹുവിനെ നാം കണക്കാക്കിയതായ വിപത്തുകളെ മായ്ച്ചു കളയാനുള്ള അധികാരവും അവകാശമുള്ള ആളാണ് റബ്ബ്. അതുകൊണ്ട് ഈ റമദാനിന്റെ ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ നമ്മൾ ഇബാദത്തുമായി കണക്കാക്കുമ്പോ ആ മലക്കുകളെ ഓരോരുത്തർക്കുമുള്ള ഡ്യൂട്ടികൾ ഏൽപ്പിക്കുമ്പോ നമുക്ക് വല്ല വിപത്തുകളും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നമുക്ക് വല്ല സങ്കടവും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാനത് കാരണമാണ്. ഡ്യൂട്ടി ഏൽപ്പിക്കുന്നതിന് മുമ്പ് അത് വെട്ടിത്തിരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കും. ഇങ്ങനെ എല്ലാം കൊണ്ടും മഹത്വം നിറഞ്ഞ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. റമദാനിന്റെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകൾ എന്ന് പറയുന്നത് പുണ്യമേറിയ രാവുകളാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവായ നമ്മുടെ കരളിന്റെ കഷ്ണമായ ആശിഖുർ റസൂൽ മദീനയിലെ രാജകുമാരൻ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 വന്നാൽ ഇബാദത്തിൽ അങ്ങേയറ്റം സജീവമായിരുന്നു. അറിയാലല്ലാഹു റസൂലിന് അതിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹു എല്ലാത്തിനും അധികാരം നൽകിയ വ്യക്തിയാണ്. ബദരീങ്ങൾപ്പെട്ട വ്യക്തിയാണ്. മനുഷ്യകുലത്തിലെ ഏറ്റവും നബി തങ്ങളെക്കാൾ നല്ലൊരു മനുഷ്യൻ വേറെ വന്നിട്ടില്ല, വരാൻ ഇനി വരികയുമില്ല. അല്ലാഹു എല്ലാത്തിനും അധികാരം കൊടുത്ത ആളാണ്. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു മഖാമുൽ മഹ്മൂദ് അല്ലാഹു ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയത് നമ്മുടെ നേതാവായ ഖാതിമുൽ അംബിയാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ നബി തങ്ങൾ പോലും പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി ധാരാളം പരിശ്രമിക്കുമെന്ന് നമുക്കൊക്കെയും അവിടുന്ന് കണ്ടെത്താൻ സാധ്യമായ സത്യങ്ങളാണ്. അവിടുത്തെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അശ്റു ശദ്ദു മിസ്റഹു വഹിയാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ ഇദാ ദഖൽ അശർ അവസാനത്തെ 10 കഴിഞ്ഞാൽ ശദ്ദു മിസ്റഹു അരമുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അരയും തലയും മുറുക്കി അങ്ങട്ട്, അഥവാ കൂടുതൽ അതിനു വേണ്ടി തയ്യാറാകുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ശക്തമായ തയ്യാറെടുപ്പ് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ മുഴുവൻ രാത്രികളും ഹയാത്താക്കുമായിരുന്നു. മാത്രമല്ല തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്താണ് ശക്തമായി ഒരുങ്ങി തയ്യാറാവാന്ന് പറഞ്ഞാൽ, അവസാനത്തെ രാത്രിയാകുമ്പോ നല്ല കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമെല്ലാം പൂശി പള്ളിയിലേക്ക് നേരത്തെ പോയി മറ്റുള്ള ചിന്തകളും ജോലികളും പെരുമാറ്റങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന സദുദ്ദേശത്തോടുകൂടി മറ്റൊരു പണിക്കും മറ്റൊന്നിലേക്കും ചിന്ത പോവാതെ ആ രാത്രി ഹയാത്താക്കുമായിരുന്നു. എന്റെ ആരോഗ്യാവസ്ഥ, കുടുംബം, അതുപോലെ തന്നെ ശഫാഅത്ത്, ഇതിനൊക്കെ ഈ നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നബി തങ്ങൾ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തിയിട്ട് ഇബാദത്തിന് പ്രേരണ നൽകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ
ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ്. ഈ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ അവസ്ഥയോ? നമ്മൾ എത്രത്തോളം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് രണ്ട് ഗുണപാഠമാണ് നമുക്കുള്ളത്. ഒന്ന്, നബി തങ്ങൾ ആ രാവിന്റെ ബഹുമതി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, തന്നെ നേരാവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. രണ്ടാമത്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഇതാണെങ്കിൽ നാം എത്രത്തോളം പരിശ്രമിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. മഹാന്മാരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ള ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിത മഹത്തുക്കളും അതുപോലെ തന്നെ സ്വഹാബാക്കളും മറ്റുള്ളതായ ഔലിയാക്കളും ആരിഫീങ്ങളും സിദ്ദീഖുകളും ഒക്കെയും നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ മഹത്തുക്കളും ലൈലത്തുൽ ഖദറിനെ വരവേൽക്കേണ്ടവരും വരവേറ്റപ്പോ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? എന്നാൽ നമുക്കറിയാമല്ലോ, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നാൽ നബി തങ്ങളുടെ സഹചാരിയായിരുന്നു. എല്ലാ സമയത്തും നബിയോടൊപ്പം ഉണ്ടായിരുന്ന, നബി ചെയ്യുന്ന ഇബാദത്തിനും നബിയോടൊപ്പമുണ്ട്, യാത്ര നബിയോടൊപ്പമുണ്ട്. നബി തങ്ങൾക്ക് ഖിദ്മത്ത് കൊടുത്ത് നബി തങ്ങളുടെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനായി മാറാൻ കഴിഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളം പണ്ഡിതന്മാർ മഹാനിൽ നിന്ന് ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായപ്പോ, മരണാസന്നനായപ്പോ വല്ലാതെ വിഷമിക്കുകയാണ്, കരയുകയാണ്, വല്ലാതെ സങ്കടം വരികയാണ്. രോഗശയ്യയിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുകയാണ്. ആ സമയത്ത് അവിടെ നിന്ന് ചോദിച്ചു, മാ യുബ്കീക യാ അബാ ഹുറൈറ, ഓ അബാ ഹുറൈറ എന്നവരെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ വാവിട്ട് സങ്കടപ്പെട്ട് പരിതപിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊഴുക്കുന്നത് എന്തിനാ? അങ്ങനെ വിധങ്ങളുടെ സന്തത സഹചാരിയല്ലേ, എല്ലാ നബിയോടൊപ്പം ചേരാൻ അനുവാദം കിട്ടിയവരല്ലേ, എന്ത് പറ്റി അബീ ഹുറൈറ, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും മദീ, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ചിന്ത പ്രശ്നമില്ല, സമ്പത്തിനെ കുറിച്ച് എനിക്ക് വേവലാതിയില്ല, എന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് വേവലാതിയില്ല, അതൊക്കെയും അതിന്റെ വഴിക്കങ്ങ് നടന്നുകൊള്ളും. പക്ഷേ എന്റെ യാത്രയിൽ വലിയൊരു യാത്രയിലേക്ക് വേണ്ടി ഞാൻ തയ്യാറാവുകയാണ്, മരണമെന്ന വലിയൊരു യാത്രയിലേക്ക് ഞാൻ തയ്യാറാവുകയാണ്. ഈ ഒരുപാട് കാലം എന്റെ മുമ്പിലുണ്ട്, ഒരുപാട് കാലം ഖബറിൽ കിടക്കണം, ഒരുപാട് കാലം മഹ്ശറിൽ വെച്ച് കൂടണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടിയിട്ടല്ലാതെ ആ പരിതാപമായ അവസ്ഥയിൽ നിന്ന് രക്ഷയില്ലല്ലോ. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ആ യാത്രക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതൊക്കെ കുറഞ്ഞു പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ടാണ് മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നത്. നമ്മളവർ ആലോചിച്ചോക്കാണെന്നും ചിന്തിച്ചോക്കാണെന്ന് നബി തങ്ങളോടൊപ്പം ചേർന്ന് സദാസമയവും ഇബാദത്തിൽ മുഴുകിയ ഒരു വ്യക്തിയാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പോലും മരണമാസന്നമായപ്പോ നാളെ ആഖിറത്തിലേക്ക് ഞാൻ ഒരുക്കി വെച്ചത് കുറവാണ് എന്ന് ചിന്തിച്ചിരുന്ന മഹാരന്മാരാ. അപ്പൊ നമ്മളവസ്ഥയെ നമ്മൾ എന്താ ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ നോമ്പുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക നൽകുന്നുണ്ട്, അതുകൊണ്ട് മാത്രം നമുക്ക് നാളെ വിജയിക്കാൻ സാധ്യമാകുമോ? അല്ലാഹു ഗഫൂറാൻ, അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യക്കടലാണ്, അല്ലാഹു അങ്ങേയറ്റത്തെ പുറത്തിലുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളൊക്കെയും ഇത്രയും വലിയ ത്യാഗം സഹിച്ചുകൊണ്ട്, ഇത്രയും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാതെ മൺമറഞ്ഞു പോയവരാ. അവര് പോലും ഞങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞു പോയി എന്ന് വേവലാതിപ്പെടുന്നവരാണ്. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നല്ല നാളുകളെ നാം ഉപയോഗപ്പെടുത്തണം. ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുക്കണം.
റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കണം. റബ്ബ് ഇഷ്ടപ്പെട്ടാൽ, റബ്ബിന്റെ പൊരുത്തം കിട്ടിയാൽ മറ്റൊന്നും നമുക്ക് ഭയപ്പെടാനില്ല, പേടിക്കാനില്ല. ദുനിയാവ് നമ്മളെ ആരെല്ലാം ദേവാദരം ചെയ്തോട്ടെ, നമ്മളെ കളിയാക്കിക്കോട്ടെ, നമ്മളെ തരം താഴ്ത്തിക്കോട്ടെ, പക്ഷേ റബ്ബ് ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക്, റബ്ബ് പൊരുത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്താൻ നമ്മുടെ കയ്യിൽ ഇബാദത്തില്ല. റബ്ബിന്റെ മഹളായ ഫദ്ല് കൊണ്ട് റബ്ബിന്റെ പൊരുത്തം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമായാൽ അത് നമുക്ക് വലിയ നേട്ടമാണ്. അതിലുള്ള പോംവഴിയാണ് മറ്റൊരു പ്രവാചകന്മാരുടെ ഉമ്മത്തിനും ലഭിക്കാത്ത മഹത്വരമായതായ ഇങ്ങനെയുള്ള രാത്രികൾ വിനിയോഗപ്പെടുത്തുക എന്നുള്ളത്. മഹാനായ ശാഫി ഇമാമിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാവണം. മഹാനായ ശാഫി ഇമാം റഹ്മത്തുള്ളാഹ് അവിടെ തന്റെ ദീവാനു ശാഫി റഹ്മത്തുള്ളാഹ് എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. തആലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഔഫിക റബ്ബി കാന അഫുക അളമാ ഫമാ സിൽത عن الذنب لم تزل تجود وتعفو منة وتكرما. ശാഫി ഇമാം റഹ്മത്തുള്ളാഹി പറയുകയാണ്, നമ്മുടെ നേതാവാണ്, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ശാഫി റഹ്മത്തുള്ളാഹി തആലമനി ദംബി, അല്ലാഹുവേ തആലമനി എത്രയോ വലുതാണ് ദംബി, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് എത്രയോ വലുതാണ് അല്ലാഹ്. ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി, പക്ഷേ എന്റെ പടച്ച റബ്ബേ നിന്റെ വിട്ടുവീഴ്ചയിലേക്ക് തട്ടിച്ചു നോക്കണം. നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ, ബന്ധിപ്പിച്ചു നോക്കുമ്പോ, താരചിതം ചെയ്തു നോക്കുമ്പോ പടച്ച റബ്ബേ ബിഔഫിക റബ്ബി കാന അഫൗക അളമാ, നിന്റെ വിട്ടുവീഴ്ച എത്രയോ വലുതാണ്, നിന്റെ വിട്ടുവീഴ്ച എത്രയോ വലുതാണ്. നീ എന്നെന്ന് മാപ്പ് നൽകുന്നവൻ തന്നെയാണ്. തന്റെ അടിമകളിൽ നിന്നോ എത്ര വലിയ പാപം ചെയ്തവർക്കും നീ പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ് അല്ലാഹ്. അങ്ങനെ നീ മാപ്പ് കൊടുക്കുമ്പോ, നീ അഫ്വ് നൽകുമ്പോ, അതിനെപ്പറ്റി നോക്കുമ്പോ എന്റെ പാപങ്ങളെക്കാൾ എത്രയോ മാത്രമാണ്, എത്രയോ ഉന്നതമായ സ്ഥാനത്താണ് നിന്റെ അഫ്വുള്ളത്. ഫമാസിൽത ദഅഉഫിൻ അനിൽ ദംബി, ഫമാസിൽത ദഅഉഫിൻ എന്നും നീ മാപ്പ് നൽകുന്നവനാണ്. അനിൽ ദംബി ദോഷങ്ങളെ തൊട്ടൊക്കെ എന്നും നീ മാപ്പ് നൽകുന്നവനാണ്. വലം തസിൽ തജൂദു വതഅഫു വമിന്നത വതകർറുമാ, നിന്റെ ഔദാര്യവും നിന്റെ മഹത്വവും നിന്റെ ധർമ്മവും കൊണ്ടൊക്കെയും അതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് മഹാനായ ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അഫ്വ് നൽകാൻ തയ്യാറാണ്. അല്ലാഹു അഫ്വ് നൽകും, അല്ലാഹു മാപ്പ് നൽകും. പക്ഷേ മാപ്പ് ചോദിക്കാൻ നമ്മളാണ് മടി കാണിക്കുന്നത്. അല്ലാഹു മാപ്പ് നൽകാൻ തയ്യാറായിട്ട് പോലും ആ മാപ്പ് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചില്ല, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബരേ, അറഅയ്ത ഇൻ അഅലംത അയ്യു ലൈലത്തുൽ ഖദരി, റസൂലേ
ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സൂചന ലഭ്യമായി കഴിഞ്ഞാൽ, മാ അഖൂലു ഫിഹാ, എന്താണ് നബി തങ്ങളെ ഞാൻ പറയേണ്ടതെന്ന് എന്റെ പ്രിയപ്പെട്ട ഭംഗി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ കരീം തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ ഒരുപാട് പാപങ്ങൾ മാപ്പ് നൽകുന്നവനാണ്, അഫ്വ നൽകുന്നവനാണ്. മാത്രമല്ല നീ കരീമാണ്, ബഹുമാന്യനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്ന നീ ഇഷ്ടം വെക്കുന്നവനാണല്ലോ. വഅഫു, റബ്ബേ നീ മാപ്പ് നൽകണം അല്ലാഹ്, അന്നി, എനിക്കും നീ മാപ്പ് നൽകണമെന്ന എന്ന പ്രാർത്ഥന നീ ചൊല്ലിക്കോ ആയിഷ എന്ന് നബി തങ്ങള് പറഞ്ഞു കൊടുത്തതല്ലേ, പഠിപ്പിച്ചു കൊടുത്തതല്ലേ, നമ്മൾ വർദ്ധിപ്പിക്കേണ്ടവരല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ പരിശുദ്ധ റമദാന്റെ അവസാനത്തെ 10 കടന്നു വന്നിട്ട് ഒരു ദിവസം നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 തവണയെങ്കിലും അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലാൻ സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ആലോചിക്കണം നമ്മള്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി പഠിപ്പിച്ചു കൊടുത്തു. ആരാ ആയിഷ ബീവി? നബി തങ്ങളുടെ പത്നിയാണ്, സ്വർഗ്ഗത്തിൽ നബി തങ്ങളോടൊപ്പമാണ്, ഉറപ്പുള്ള വ്യക്തിയാണ്. ആ നബി തങ്ങൾ ആയിഷ ബീവി പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അത് അനുസരിക്കാൻ തയ്യാറായി. ഇന്നും നമ്മളുടെ പള്ളികളിലും മറ്റുള്ള സദസ്സുകളിലൊക്കെ ദുആ ചെയ്യുമ്പോഴൊക്കെ ആ പ്രാർത്ഥന ഉപയോഗിക്കാറുണ്ട്. കേവലം നമസ്കാര ശേഷമല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതം സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം എന്റെ റബ്ബ്, കരീമായ റബ്ബ്, ഗഫൂറായ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരുമെന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ഈ ദിക്ർ ചൊല്ലിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ചെല്ലുന്നവരുണ്ടോ? ആലോചിക്കണം. നമ്മള് നെഞ്ഞത്ത് കൈവച്ചിട്ടെന്ന് ചിന്തിക്കണം. നാളെ മരിക്കുമ്പോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ചെയ്താൽ എന്റെ അമലുകൾ പ്രചോദനമാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുമോ? ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ളതായ തയ്യാറെടുപ്പ് നമ്മൾ നൽകിയിട്ടുണ്ടോ? മഹാനായ ആശിമിന് ഇപ്പോൾ ഇത് ഹദീസിൽ കാണാം, തഹജ്ജറു ലൈലത്തുൽ ഖദരി ഫി അശ്റൽ അവാഖിർ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. ഓരോ രാത്രിയും മഹത്വമുള്ളതാണ്. ഒരു രാത്രി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലാഹു നമുക്ക് സംവിധാനിച്ചു തന്നതാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. അതിന് എന്തൊക്കെ മാർഗമാണോ നമ്മുടെ മുമ്പിലുള്ളത്, ആ മാർഗങ്ങളൊക്കെയും നമുക്ക് സാധ്യമാക്കാൻ കഴിയണം. സ്വഹാബാക്കളാവുന്ന നബി തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളെ എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് ചോദിച്ച മറുപടിക്ക് നബി തങ്ങൾ 27 രാവിലെ തന്നെയാണെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് 27 രാവിലെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്? അതും നമ്മൾ അറിഞ്ഞിരിക്കുക. നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ 27 ലൈലത്തുൽ ഖദർ അന്ന് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നല്ലോണം അധ്വാനിച്ചോളൂ. 21, 23, 25, 27, 29 ഒക്കെ അതിന്റെ പഠിക്കാൻ നടക്കുക, കൈടമായി ചെയ്താൽ മതി എന്നല്ലാണ്ട് റസൂൽ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിലെ വ്യക്തിയുണ്ടല്ലോ, ലൈലത്തുൽ ഖദ്രി മനാസിബുൽ അവാഖിരി 27 രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് സ്വപ്നം കണ്ടു എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, ഇന്നി അറാ റുയാകും
ഖദ് തവത്തഅ ബിസബിൽ അവാഖിർ വമൻ കാന മുതഹരിഹാ ഫൽയതഹരിഹാ സബിൽ അവാഖിർ. നിങ്ങൾ കണ്ട സ്വപ്നം സത്യമാണ്, നിങ്ങൾ കണ്ട സ്വപ്നം ശരിയാണ്. ആ 27 രാവിൽ വരുമ്പോ നിങ്ങൾ കൂടുതൽ പരിശ്രമിച്ച് മുന്നേറാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾ കണ്ട സ്വപ്നം സത്യമാവട്ടെ എന്ന് അല്ലാഹു റസൂൽ ദുആ ചെയ്തു. അതാണ് നമുക്കുള്ള തെളിവുകൾ. മഹാനായ ഷാഫി ഇമാം പറഞ്ഞത് 21 രാവിലാണ് പ്രതീക്ഷ എന്നുള്ളതാണ്. ആ 21 രാവ് കഴിഞ്ഞു പോയി. ഏത് രാത്രിയും ലൈലത്തുൽ ഖദ്ർ എന്ന് വന്നാലും എന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സ്വന്തം മനസാക്ഷിയോട് ഓർമ്മപ്പെടുത്താൻ, ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഇബാദത്തുകളെ ധന്യമാക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അതേ അതിനുള്ള മാർഗമുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള മനസ്സ് തുറന്നുകൊണ്ട് തൗബ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, എഴുതിക്കാൻ കഴിയുന്നവർ എഴുതിക്കുക. കുറഞ്ഞ പക്ഷം എല്ലാ ദിവസവും പാതിരാത്രി വരെ മുഅ്ളമുല്ലയിൽ, ഒരു രാത്രിയുടെ പകുതിയിൽ നിന്ന് അല്പം മുന്നോട്ട് ഗമിച്ചാൽ മുഅ്ളമുല്ലയിലേക്ക് എത്താൻ കഴിയും. ആ മുഅ്ളമുല്ലയിൽ വരെ ഉറങ്ങാതെ ഉണർന്നിരിക്കുക. ആ സമയത്ത് ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും ഇൽമു പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അല്ലാഹ് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അല്ലാഹ് ഇഷ്ടപ്പെട്ട തിരുസുന്നത്തുകളാവാം. ഇനി കിടപ്പറയിൽ ചെയ്യാൻ കഴിയുന്ന സുന്നത്തുകളുണ്ടല്ലോ, അതും കൂടി കിട്ടുന്ന കാര്യം തന്നെയാണ്. ചെറിയ മക്കളുണ്ടായാലും വിശദീകരിക്കുന്നില്ല, ചിന്തിച്ചെടുക്കുക. അപ്പോ ഇതൊക്കെയും അല്ലാഹു നമുക്ക് ലഭ്യമാക്കുന്ന അവസരങ്ങളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മൾ ഒരുങ്ങി തയ്യാറായി അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹുവിന്റെ മഹാന്മാർ അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം നമുക്കറിയാം. തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് അറിയാത്തവരില്ലല്ലോ. കൃത്യമായി എല്ലാ രാത്രി കഴിയില്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട രാത്രിയെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാൻ സന്നദ്ധരാവുക. തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തതാണ്, പഠിപ്പിച്ചു തന്നതാണ്. കാരണം ഏറ്റവും വലിയ തൗബയാണ്. ഹജ്ജിനേക്കാൾ ഉംറയേക്കാൾ മഹത്വം നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹത്വമായ തൗബയാണ് തസ്ബീഹ് നമസ്കാരം എന്നുള്ളത്. അത് കഴിയുമെങ്കിൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയൊരിക്കൽ അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട രാവുകളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നതിരാവുക. നമ്മുടെ പള്ളിയിൽ 27 രാവിന്റെ അന്ന് എല്ലാ വർഷവും തസ്ബീഹ് നമസ്കരിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ നമസ്കരിക്കണം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. എങ്കിലേ നമ്മുടെ മുൻകഴിഞ്ഞു പോയതായ മഹാനന്ദന്മാരായ മഹത്വങ്ങളോടൊപ്പം നമുക്ക് സാധ്യമാവുകയുള്ളൂ. മഹാന്മാർ പറഞ്ഞല്ലോ, അയ്യുഹൽ അബ്ദു ഖും ലില്ലാഹി മുജ്തഹിദാ വൻഹദ കമാ നഹദത മിൻ ഖബ്ലിക സുഅദാ. യാ അയ്യുഹൽ അബ്ദു, ഓ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അല്ലാഹു മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, നീ അല്ലാഹുവിന് വേണ്ടി എണീക്ക്, അല്ലാഹുവിന് വേണ്ടി നിസ്കാരങ്ങൾ നിലനിർത്ത്. മുജ്തഹിദൻ, അങ്ങേയറ്റത്തെ പരിശ്രമിച്ചുകൊണ്ട് കഠിന പരിശ്രമത്തോടുകൂടി അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കൂ. വൻഹദാ, നീ ഉണരൂ, ഉറങ്ങാതിരിക്കൂ, ഈ രാത്രി നീ ഹയാത്താക്കൂ. കമാ നഹദത മിൻ ഖബ്ലിക സുഅദാ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ വിജയക്കാരായ മഹാന്മാർ ഉണർന്നിരുന്നത് പോലെ അവരുടെ പദവിയിലേക്ക് എത്താൻ വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതിന്റെ പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളത് വലിയ നേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഉറങ്ങുന്നുണ്ടോ? നിശ്ചിതാലോ എല്ലാവരും നിശ്ചിതേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم اعتقني من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. എല്ലാവർക്കും വാങ്ങണം. പിന്നെ എനിക്കോ എനിക്ക് ഖുർആൻ വേണം. ഖുർആൻ വേണം. ഖുർആൻ ഉണ്ട്. ടെസ്റ്റ് ഉണ്ടായിരുന്നു മാത്രം. നോട്ടീസോ മാടല്ലോ. സലാസാന് കൊടുക്കണം കേട്ടോ. പൈസ ബാക്കി എന്തെങ്കിലും സലാസ വിളിച്ച് പറഞ്ഞു കേട്ടോ. ബാക്കി സലാസ തരും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ട് എത്രയാണെങ്കിലും ഞാൻ വീട്ടിൽ പറഞ്ഞുതരാം കേട്ടോ. അത് തുറന്നിട്ട് കേട്ടോ. അവിടെ സ്ഥലമാരില്ലല്ലോ. മറ്റേ മെക്കാനിക്കിൻ്റെ അല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ദിനരാത്രികൾ എല്ലാ രാത്രിയും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട രാവുകൾ അതിന് വേണ്ട സൽക്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. സ്വന്തം മാത്രം പോരാ, അത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും ആ ഒരു പ്രവർത്തനം നമ്മൾ പങ്കാളികളാകണം. സൽക്രമങ്ങളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതോടൊപ്പം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ നമ്മളൊക്കെയും സന്നദ്ധരാകണം. മഹാനായ നബിതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ബിന്നാസ്. ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമൂഹം, ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ്. നമ്മൾ ഒരുപാട് നോമ്പും ദിക്റും സലാത്തും ഒക്കെ നമ്മളെ ഭാഗത്തുണ്ട്, ഇഅ്തികാഫും ഒക്കെയാണ്. പക്ഷേ നമ്മുടെ അയൽവാസിയിൽ ഒരാളുണ്ട്, അയാൾ പ്രയാസം അനുഭവിക്കുന്നു, അയാൾ ബുദ്ധിമുട്ടുന്നു, അയാൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഈ അല്ലാഹ് ഇഷ്ടപ്പെട്ട ജനങ്ങൾ എന്നുള്ള പദവിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധ്യമാകില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതെന്താ? അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ധാരാളം ഉപകാരം ചെയ്യുന്ന ആളാണ്. വഹബ്ബുൽ അമാലി, പ്രവർത്തനങ്ങളിൽ, നമ്മുടെ തൊഴിലുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്തെന്നറിയുമോ? സുറൂറുൻ തുദ്ഖിലു അലാ മുസ്ലിം
ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന നമ്മുടെ നേതാവ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? ധാരാളം ഖുർആൻ ഓതുന്ന ആളാണെന്നാണോ? ധാരാളം നിസ്കരിക്കുന്ന ആളാണെന്നാണോ? ധാരാളം മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണെന്നാണോ? ധാരാളം ഇഅ്തികാഫിരിക്കുന്ന ആളാണെന്നാണോ? ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണ് ആളാണെന്നാണോ? ഇവരൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമുള്ളവർ തന്നെയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർ തന്നെയാണ്, ഇവരൊക്കെ ഉയർന്നതായ പദവിയിലുള്ളവർ തന്നെയാണ്. എന്നാൽ അതിൽക്കും മേലെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാവണം. അഥവാ ചുരുക്കി പറഞ്ഞാൽ ധാരാളം സ്വലാത്ത് നമ്മൾ ചൊല്ലണം, ധാരാളം ഖുർആൻ നമ്മൾ ഓതണം, ധാരാളം ഇഅ്തികാഫിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, ധാരാളം ദിക്റുകൾ ചൊല്ലാൻ സമയം കണ്ടെത്തണം, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സമയം കണ്ടെത്തണം, ധാരാളം തസ്ബീഹ് നിസ്കരിക്കണം, അതുപോലെ മറ്റുള്ള സുന്നത്തുകളൊക്കെ നമസ്കരിക്കണം. അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുന്നുവോ സുന്നത്തും ഫർളുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതോടൊപ്പം ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളായി മാറുകയും വേണം. അതാണ് ഇതിന്റെ പ്രയാസം. അപ്പോഴേ ആ ഒരു പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്തെന്നറിയുമോ? മുസ്ലിമായ മനുഷ്യന് സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യലാ. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സമീപം കൊണ്ട്, നമ്മുടെ സഹായം കൊണ്ട് ഒരു മുസൽമാനക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയാണ് ഏറ്റവും വലിയ പ്രവൃത്തി എന്നാണ്. അതല്ലെങ്കിലോ തക്ഷിഫു അൻഹു ഖുർബാ, ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ഒരു തക്ഷിഫ്, ഒരു പ്രയാസത്തെ, ഒരു ബുദ്ധിമുട്ടിനെ, ഒരു ഇടങ്ങേറ്, ആ ഇടങ്ങേറ് തീർത്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവുക. സാമ്പത്തികമായിട്ടാവട്ടെ, ശാരീരികമാവട്ടെ, വഴിയാവട്ടെ, വീടാവട്ടെ, മറ്റെന്തുമാവട്ടെ, ഒരു മുസ്ലിമിനുള്ളതായ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, അത് നീക്കിക്കൊടുക്കലും അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തികളിൽ ഒരുപാട് ഉന്നത സ്ഥാനത്തുള്ളതാണ്. അല്ലെങ്കിലോ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച്, തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ നിലനിൽപ്പിന് വേണ്ടി, അതുപോലെ തന്നെ യുദ്ധത്തിൽ ഭാര്യമായി അങ്ങനെയാണ് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഇങ്ങനെ ഒരാൾ സ്വന്തം കടക്കാരനായ വ്യക്തി, ആ ഒരാൾ കടക്കാരനായത് ഹലാലായ മാർഗത്തിലൂടെയാണ്. ലോട്ടറി എടുത്തിട്ടല്ല, ചൂതാട്ടം കളിച്ചിട്ടല്ല, പലിശക്ക് പണയം എടുത്തിട്ടല്ല. അവന് വീട് കയറ്റാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയതാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയതാണ്, അതിന് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയതാണ്. ഇങ്ങനെ എന്തെങ്കിലും നല്ല ഹലാൽ അല്ലാഹ് തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ കടം വാങ്ങിയതായ ഒരാളുടെ കടം നീക്കി കൊടുക്കുക എന്നുള്ളതും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികളിൽ ഉന്നതമായ സ്ഥാനത്താണെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലോ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ അടുത്ത് പറഞ്ഞത് വിശന്ന് വലഞ്ഞ് പട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയുടെ ദാരിദ്ര്യം നീക്കാൻ വേണ്ടിയിട്ട്, വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കലാണ്. അത് ഒരുപാട് മാറ്റം കിട്ടോ. അവനടുത്ത് പൈസ ഉണ്ടായിട്ട് കൊടുക്കലാണ് സ്വതക്ക എന്നുള്ളത്. എന്നാലോ ഇന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, പക്ഷെ ഒരാളെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാളെ, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരാളെ സഹായിക്കണമെന്നുള്ള സതുദ്ദേശത്തോടുകൂടി അതിനു വേണ്ടി പരിശ്രമിക്കുന്നു, നാട്ടിലിറങ്ങുന്നു, പിരിവ് നടത്തുന്നു, ഉള്ളവന്റെ അടുത്ത് പോയി ചോദിക്കുന്നു. ഇങ്ങനെ പരിശ്രമിക്കുന്ന പരിശ്രമമുണ്ടല്ലോ, അതും അല്ലാഹു അഹബ്ബു അമാലി അല്ലാഹ് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹുവിന്റെ
റസൂൽ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ലിഅൻ അംശിയ മഅലി ഫി ഹാജതി അഹബ്ബു ഇലയ്യ മൻ അൻ അഅതഖിഫ ഫീ ഹാദൽ മസ്ജിദ്. റസൂൽ ഇത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മദീന പള്ളിയിലെത്ത മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് അല്ലാഹു റസൂൽ സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ അവിടെ നിന്ന് പറയുന്നു ലിഅൻ അംശിയ മഅലി ഫി ഹാജതി, ഒരാളുടെ ഒരു പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസം അകറ്റാൻ, ബുദ്ധിമുട്ട് അകറ്റാൻ ഒരാൾ പരിശ്രമിച്ച് ഇറങ്ങി നടക്കുന്നു. അഥവാ അതിന് വേണ്ടിയിട്ട് പെരുന്നാൾക്ക് ഒരു കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാവങ്ങളുണ്ട്, പാവപ്പെട്ട യതീമക്കൾക്ക് ഒരു കൂട്ടം ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടിറങ്ങുന്നു. അതല്ലെങ്കിലോ അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലാഹുവിന് പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ പരിശ്രമിക്കുകയാണ്. അങ്ങനെ അഥവാ ഏറ്റവും ഉയർത്തായ തട്ടിലുള്ള ആളുകൾ വിഷമിക്കാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടിയാണല്ലോ സാമൂഹിക പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന വ്യക്തിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അഹബ്ബു ഇലയ്യ, അവനെ എനിക്കിഷ്ടമാണ്, മിൻ അഅതഖിഫ ഫീ ഹാദൽ മസ്ജിദി, ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവനേക്കാൾ എനിക്കിഷ്ടം ജനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവനെയാണെന്ന് ഹബീബായ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി യാനി മസ്ജിദുൽ മദീന, മദീന പള്ളി എത്ര ശഹ്റൻ, ഒരു മാസം മുഴുവനും രാവും പകലും മസ്ജിദുൽ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം പാവപ്പെട്ട ഒരാളെ, അതല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ, യതീമിനെ, അഗതിയെ, വിധവകളെ, പാവപ്പെട്ട ഉസ്താദുമാരെ ഇങ്ങനെ തുടങ്ങിയതായ പ്രയാസം അനുഭവിക്കുന്ന ആളെ, ഇവരെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തിയെയാണ് ഭൂമി ലോകത്ത് വെച്ച് മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ് മസ്ജിദുൽ നബവി. ആ മസ്ജിദുൽ നബവിയിൽ ഒരു മാസക്കാലം രാവും പകലും ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണെന്ന് ഹബീബായ ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കർമ്മങ്ങളാണ് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ധാരാളം സ്വതക്കകൾ നൽകുക, ഒരാളുടെ പ്രയാസം, ഒരാളെ സഹായിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും സഹായിക്കും. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? റബ്ബ് കാണുന്നുണ്ട്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. നോക്കിയും സുചരിതമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു അണുവിന്റെ തൂക്കം നന്മ നമ്മൾ ചെയ്താൽ അതും നമുക്കുള്ളതാണ്. ഒരു അണുവിന്റെ തൂക്കം തിന്മ നമ്മളിൽ സംഭവിച്ചാലോ അതും അനുഭവിക്കേണ്ടവർ നമ്മൾ തന്നെയാണ്. എല്ലാ അനുഭവവും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നമുക്ക് പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങളാവണം. മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധ വേണം. റസൂൽ പഠിപ്പിച്ചല്ലോ, വല്ലാഹു ഫീ ഔനി അബ്ദി മാ കാന അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അവനെയും സഹായിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാകും. അതിന് നമുക്ക് എന്ത് വേണ്ട? നമ്മക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്നില്ല, സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഒരാളെ സഹായിക്കാൻ, ഒരാളെ പ്രയാസമകറ്റാൻ നമുക്ക് പല ആളുകൾക്കും പല രീതിയിലുള്ളതായ സാഹചര്യമാണ് അല്ലാഹു ഒരുക്കി കൊടുക്കുക. ചില ആൾക്ക് സമ്പത്ത് കൊടുക്കും, ചില ആളുകൾക്ക് അത് ചെന്ന് ചോദിക്കാനുള്ള കഴിവ് നൽകും. വാചാലകത അങ്ങനെയാണല്ലോ, എല്ലാരും പോയി ചോദിച്ചാൽ കിട്ടൂല. ചില ആളുകളുടെ വാക്കുകളിലൂടെ ആ മനുഷ്യന് വീണ് പോകും. അങ്ങനെ അയാളിന് സഹായങ്ങൾ കിട്ടും. സാമ്പത്തികമാവട്ടെ, ഇനി ശാരീരികം,
ആരോഗ്യപരമായിട്ട് നമുക്ക് സാമ്പത്തികമൊന്നും ആവശ്യമില്ല. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഒഴിവ് സമയങ്ങളും നമ്മുടെ വിലപിടിപ്പുള്ള സമയങ്ങൾ അതെല്ലാം ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ സന്നദ്ധരാവണോ? പാവപ്പെട്ടവരുടെ രോഗികൾ ലക്ഷക്കണക്കിന് ഇന്നൊക്കെ നമുക്കറിയാം ഹൃദയാഘാതവും ശസ്ത്രക്രിയയും ക്യാൻസറും ട്യൂമറും ബാധിച്ച് എത്രയെത്ര രോഗികളാണ് ഓരോ വെള്ളിയാഴ്ചയും എത്ര പ്രായമായ എത്ര ആളുകളാണ് ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ പള്ളികളിലൊക്കെ സഹായം ചോദിച്ചെത്തുന്നത്. ഈ സമയത്ത് ഈ അശ്രദ്ധ സഹായിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നേട്ടമാണ്. അത് ഈ പുണ്യമാക്കപ്പെട്ടതായ ദിനങ്ങളിലാകുമ്പോഴോ അത് ഏറ്റവും കൂടുതൽ മഹത്തരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുർബി ദുനിയാ, ഈ ലോകത്തിൽ വിശ്വാസിനെ ഒരു വിഷമം അകറ്റുന്ന ആൾക്ക് നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമ നാളിൽ ഉണ്ടാകുന്ന അവന്റെ പ്രയാസത്തെ അല്ലാഹു അകറ്റി കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വമൻ യസ്സറ അലാ മുസ്ലിം യസ്സറല്ലാഹു അലൈഹി ബിദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുന്നവനെ യസ്സറല്ലാഹു അല്ലാഹു സഹായിക്കുമനെ അവന്റെ മേലെ ഫി ദുനിയാ ദുനിയവിയായിട്ടും സഹായിക്കും, വൽ ആഖിറ ഉഖറവിയായിട്ടും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശം നിങ്ങളോട് കരുണ കാണിക്കൂ. സുപരിചിതമാണല്ലോ. അതുപോലെ മറ്റൊന്നാണ് മൻ സതറ അലാ മുസ്ലിം. എല്ലാവരും ഒരേപോലെയല്ല, കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ മൻ സതറ ഒരാൾ മറച്ചു വെച്ചാൽ അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മേലിൽ ഒരാൾ ന്യൂനതയെ മറച്ചു വെച്ചാൽ പല ആളും മൈനോട്ടായ കാര്യങ്ങൾ ഉണ്ടാകും. അത് പരസ്യപ്പെടുത്താതെ അത് അയാളിൽ മാത്രം ഉണർത്തി കൊടുത്തു, അയാൾ തിരുത്തിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷം. ഏതായിരുന്നാലും ആരും അറിയാതെ ഒരാൾ ചെയ്ത തെറ്റിനെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനെ അല്ലാഹു പരസ്യപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ന്യൂനത, മറ്റൊരാളുടെ അഭിമാനം, മറ്റൊരാളുടെ നിഷ്കളങ്കത പിച്ച് ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വമൻ സതറ അലാ മുസ്ലിമിൻ സതറല്ലാഹു അലൈഹി ബിദ്ദുനിയാ വൽ ആഖിറ. ഒരാൾ ദുനിയാവിൽ വെച്ച് ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ നാളെ ആഖിറത്തിലെത്തുമ്പോ അവന്റെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കുമെന്നാ. അത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, നമ്മള് ആരും കാണാതെ അറിയാതെ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. നമ്മൾ പെരക്കാർക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല, ഭാര്യക്കറിയില്ല, ഭർത്താവിനറിയില്ല, മക്കൾക്കറിയില്ല. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു, ആരും കണ്ടില്ല, അൽഹംദുലില്ലാഹ് കഴിച്ചിലായി, എന്റെ നില പോയില്ല, എന്റെ അഭിമാനം പോയില്ല, സ്ഥാനങ്ങൾ പോയില്ല ഒക്കെ നമ്മൾ പറയും. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ സിസിടിവിക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എത്ര അടച്ചുറപ്പുള്ള, എത്ര സുരക്ഷയുള്ള റൂമിൽ വെച്ച് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആര് മറച്ചു വെച്ചാലും പടച്ചോനെ മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. ആ പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത്, ദുനിയാവിൽ ഒരാളെ ന്യൂനതയെ നീ മറച്ചു വെച്ചാൽ നാളെ ആഖിറത്തിൽ നീ ചെയ്തു പോയ ആ പാപങ്ങൾ അല്ലാഹ് മറക്കും, അല്ലാഹ് നോക്കൂല, അല്ലാഹു മറച്ചു വെക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ടതായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ആക്രമിക്കാതെ, ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കാമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ മാർഗം എന്നുള്ളത്. ആരെയും ആക്രമിക്കരുത്, ദ്രോഹിക്കരുത്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്, നമ്മൾ കാരണം ഒരാൾ വേദനിക്കരുത് എന്നുള്ള ചിന്ത നമുക്കുള്ളത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അറിയാതെ, നമ്മൾ അറിയാതെ നമ്മളൊരു വാക്ക്, പ്രവൃത്തി ആർക്കെങ്കിലും വല്ല വേദന ഉണ്ടാക്കുന്നെങ്കിൽ ഓൾക്കത് പുറത്തു തരാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ ഖുൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഇയാൽ അൽ ഖുൽഖു ഇയാല, സൃഷ്ടികൾ അല്ലാഹുവിന്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വെച്ച് അല്ലാഹ് ഇഷ്ടപ്പെടുക, തന്റെ കുടുംബത്തോട് ആര് നല്ല രീതിയിൽ പെരുമാറുന്നുവോ, നന്നായി പെരുമാറുന്നുവോ അവനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുക. മാത്രമല്ല അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഇന്നൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഇഖ്വ എന്താ? ഒരു തണ്ടിൽ നിന്ന് പുറപ്പെട്ടതായ സുഹൃത്താണ് ഇഖ്വ എന്ന് പറയുക. അഥവാ ഒരു ഉണ്ണിപ്പി മറ്റു മക്കളെ പോലെയാണ് അർത്ഥം. റസൂലിന്റെ പ്രയോഗം നോക്കാണ് നിങ്ങൾ. അൽ മുഅ്മിനൂന ഇഖ്വയാണ്, ആ മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, സ്വന്തം ചോരയാണ്. അതുകൊണ്ട് തന്നെ ലാ യദ്ലിമുഹു, അവൻ അക്രമം കാണിക്കൂല, വലാ യുസല്ലിമുഹു, അവൻ അടിച്ചമർത്തുകയുമില്ല. كان بحاجة أخيه كان بحاجتي من فرج مسلم كربة فرج الله كربة من كربات يوم القيامة ومن ستر مسلم ستر الله يوم القيامة. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ അർത്ഥം തന്നെയാണ് അതിനും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുത്താൽ അവന്റെ ആവശ്യം ഖിയാമത്ത് അല്ലാഹു നിറവേറ്റി കൊടുക്കും. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബുദ്ധിമുട്ട് അകറ്റി കൊടുത്താൽ അവന്റെ ബുദ്ധിമുട്ട് അല്ലാഹു അകറ്റി കൊടുക്കും. ഒരു മുസ്ലിം മറച്ചു വെച്ചാൽ അവന്റെ നൂറിനും അല്ലാഹു മറച്ചു വെക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം. ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിണി അകറ്റാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. സാമ്പത്തികമായിട്ട് അങ്ങനെ, ശാരീരികമായിട്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, അത് വേറൊരു മതക്കാരനാണെങ്കിൽ പോലും. അതാണ് റസൂലിന്റെ പ്രഖ്യാപനം. അതാണ് റസൂലിന്റെ ഹദീസ് ഉണ്ടല്ലോ, മുഅ്മിനിൽ പെട്ടവനല്ല അല്ലദീ, ഒരുത്തൻ എന്താ പോലെ പ്രശ്നം, യശ്ബഉ അൻ വയറ് നിറച്ചു, വദാറഹു ജാഇൻ ഇലാ ജബ്ബിഹി, തന്റെ അയൽവാസി പട്ടിണി കിടന്നപ്പോ വയറ് നിറച്ചവൻ മുഅ്മിനിൽ പെട്ടവനല്ലെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പരിശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് മതിലുകൾ വർദ്ധിച്ച കാലഘട്ടമാണ്. വീടെല്ലാം ടെറസാണ്, എല്ലാ റൂമിലും ശീതീകരിച്ചിട്ടുണ്ട്. പുറത്ത് മഴയാണോ വെയിലാണോ ഇടിവൊട്ടിയാൽ പോലും അറിയാത്ത രൂപത്തിലാണ് നമ്മുടെ വീട്ടിൽ ഓരോ സജ്ജീകരണങ്ങളും ഉള്ളത്. അയൽപക്ക ബന്ധങ്ങൾ കുറഞ്ഞു പോവുകയാണ്. കേവലം വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഐഎംഇലൂടെയും ഉള്ള പരിചയവും ഫ്രണ്ട്സും മാത്രമാണ് നമുക്കുള്ളത്. എന്നാൽ തന്റെ സ്വന്തം വീടിനടുത്ത് കിടക്കുന്നവന്റെ അവസ്ഥ നമുക്കറിയുന്നില്ല. വാട്സപ്പിലൂടെ പരസ്യം വരികയാണ്. ഒരു ചികിത്സാ സഹായം വന്നപ്പോ അത് ലക്ഷങ്ങൾ ചെലവഴിച്ച നമ്മളാണ്. പക്ഷേ നമ്മുടെ തൊട്ട അയൽവാസി രോഗം വന്ന് കിടപ്പിലായിട്ട് ചികിത്സിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അയാൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല, ഒരാളോടും പരിഭവം പറഞ്ഞിട്ടില്ല. അത് സ്വന്തം അയൽപക്കത്തുള്ള നമ്മളെങ്കിലും ഒന്നും അറിയേണ്ടതായിരുന്നില്ലേ? പക്ഷേ നമുക്ക് ഇന്ന് ബന്ധങ്ങൾ കുറവാണ്, നമുക്ക് ഇന്ന് ഇടപഴകൽ കുറവാണ്. എല്ലാവരും അന്യരാണ്. ഒരു നാട്ടിലുള്ള എല്ലാവരെയും നമുക്ക് അറിയാത്ത കാലഘട്ടമാണ്. ഈ ഞാൻ അടക്കമുള്ള അവസ്ഥയാണ്. അതിൽ നിന്ന് മാറ്റം നമുക്കുണ്ടാവണം. പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. നമ്മുടെ അയൽവാസി അവസ്ഥ കാണാൻ ചിലപ്പോ വലിയ വീടുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഉള്ള കാലത്ത് ഉണ്ടാക്കിയ വീടാണ്. ഇന്ന് ഒരു നേരത്തെ അരി വാങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ അങ്ങനെ പലരെയും നമുക്ക്
കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയിട്ട് അവർക്ക് ഒരു സഹായങ്ങൾ കൊടുക്കുമ്പോ അവർ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അത് മതി പരിശുദ്ധ റമദാൻ അനുകൂലമാവാൻ, അത് മതി പരിശുദ്ധ റമദാൻ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭ്യമാവാൻ. അതുകൊണ്ട് സഹായ സഹകരണങ്ങൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഉള്ളവൻ ഇല്ലാത്തവരിലേക്ക് കൊടുക്കണം. അത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. അത് സുന്നത്തായ സദഖയായാലും നിർബന്ധമായ സകാത്തായാലും. നമുക്കറിയാം ചില ആളുകളൊക്കെ കർമ്മങ്ങൾ കൊണ്ട് സൽകർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്നതോടൊപ്പം സമൂഹത്തിൽ അവശേഷിക്കുന്നവരെ സഹായിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. കൂടാതെ റമദാനിൽ സകാത്ത് കൊടുത്തു വരുന്നവർ അത് വീട്ടണം. സദഖയും സകാത്തും പാപമോചനത്തിനും സ്വർഗപ്രവേശത്തിനും കാരണമാണ്, ഉയർന്ന അമലുകളാണ്. സകാത്ത് റമദാനുമായി ബന്ധപ്പെട്ട ഒന്നല്ല, ഫിത്ർ സകാത്ത് റമദാനുമായി ബന്ധപ്പെട്ട ഒന്നുള്ളത്. എന്നിരുന്നാലും റമദാനിൽ സകാത്ത് കൊടുത്തു കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാകും. അവർ എല്ലാ വർഷവും റമദാനിലാണ് കൊടുക്കുക. അവരുടെ എൻഡിങ് അവർ റമദാനിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ അവരുടെ കച്ചവടത്തിന്റെയും ബിസിനസിന്റെയും ഒക്കെ കണക്ക് റമദാന്റെ മുമ്പ് അവർ കൂട്ടിയിട്ട് സകാത്ത് റമദാന് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ സകാത്ത് കൊടുക്കുമ്പോ സദഖകളൊക്കെ നൽകുമ്പോ സൂക്ഷ്മത പാലിക്കണം. കാരണം എന്താ? ആ സകാത്ത് എന്ന് പറയുന്നത് നമുക്ക് പാപമോചനം നേടിത്തരും, സ്വർഗപ്രവേശനം നേടിത്തരും. ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ സദഖകളൊക്കെയും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, ലഇൻ അഖംതുമുസ് സ്വലാഹ വആതൈതുമുസ് സകാത്ത വആമൻതും ബിറുസുലി വഅസ്റതുമുഹും وأقرضوا الله قرضا حسنا لا أكفرن عنهم سيئاتكم ولا أدخلن جنات تجري من تحتها الأنهار. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? ലഇൻ അഖമതുമുസ് സ്വലാഹ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ. വആതൈതുമുസ് സകാത്ത്, സകാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുന്നു. വആമൻതും ബിറുസുലി, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. വഅസ്സറതുമുഹും, ആ പ്രവാചകന്മാരെ ആദരിക്കുകയും ചെയ്യുക. വഅഖറതുല്ലാഹു ഖർദൻ ഹസനാ, അല്ലാഹുവിന് കടം കൊടുക്കുക. അല്ലാഹു കടം കൊടുക്കുക എന്ന് പറഞ്ഞാല് സ്വതക്ക നൽകുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെ ആ ചെലവഴിക്കുകയും ചെയ്താൽ ലഉകഫിറന്ന അൻകും സയ്യിആതികും, അത് കാരണമായി നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മായിച്ചു കളയുമെന്നാണ്. എത്ര പാപമുണ്ടെങ്കിൽ അത് ഇല്ലാത്ത മാതിരി കഴിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. മാത്രമല്ല വഅദ്ഖുലുകുനകും, നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. എങ്ങനത്തെ സ്വർഗ്ഗമാണ്? ജന്നാത്തു തജ്രി മിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ പുഴകൾ ഒഴുകുന്ന, തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള, നക്ഷത്രക്കണക്കെ പാത്രങ്ങളുള്ള, വളരെ സുന്ദരമായ പുഴകൾ ഒഴുകുന്ന ആ സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തപ്പെട്ടു തരാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചോ, നിന്റെ പ്രവാചകന്മാർ വിശ്വസിച്ചോ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആർഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മശായിഖുമാർ, നബി കുടുംബങ്ങള് അവരെയൊക്കെയും ആദരിക്കുകയും ചെയ്തോ. നിസ്കാരം നിലനിർത്തിക്കോ, സകാത്ത് കൊടുത്തു വിട്ടിക്കോ. ഇത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്, പാപം പൊറുക്കാൻ കാരണമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല ഇലാഹു. ഇനിയോ മൻ കഫറ, അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി, എല്ലാ ആരോഗ്യ നിസ്കരിക്കാനുള്ള ആരോഗ്യം നൽകി, കഴിവ് നൽകി, സകാത്ത് കൊടുക്കാനുള്ള സമ്പത്ത് നൽകി, ഇന്ന് സദഖ നൽകാനുള്ളതായ സാമ്പത്തിക ശേഷിയൊക്കെ നൽകിയിട്ട് എല്ലാത്തിനും അവസരം എത്തിയിട്ട് വമൻ കഫറ, നീ നന്ദികേട് കാണിച്ചാൽ ബഅദാലികും, നിനക്ക് എല്ലാ അവസരങ്ങളും നൽകിയിട്ടും നന്ദികേട് കാണിച്ചാൽ ഫഖദ ദല്ല സവാഅ സബീൽ, നന്മയിൽ നിന്ന്
വഴിപിഴച്ച പിഴവിൽ സംഭവിച്ചവനാണ് നീ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഏസമയം പലരും മറ്റു നന്മകളൊക്കെ ചെയ്യുമ്പോ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്ത് വീട്ടാത്തവരാണ്. ഇത് വലിയ അപകടമാണ്. സക്കാത്ത് നമുക്ക് സക്കാത്തിന്റെ വിശദീകരിക്കാൻ സമയമല്ല, നമുക്ക് അറിയുന്നത് തന്നെയാണ്. സക്കാത്തിന്റെ നിസാബിയെത്തിയ ഒരു സമ്പത്ത് നമുക്കുണ്ടായിട്ട് അത് നമ്മൾ കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ വൻപാപമാണെന്ന്, വലിയ അപകടമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. والذين വിഭാഗം ആളുകൾ യക്നിസൂന അവർ പൂഴ്ത്തി വെക്കുന്ന സ്വർണ്ണവും വെള്ളിയും, അഥവാ ഇന്നത്തെ നമ്മളുടെ സക്കാത്ത് കറൻസിയാണ്. സ്വർണ്ണവും വെള്ളിയുമായിരുന്നല്ലോ ഞങ്ങളുടെ കാലത്തുള്ള കറൻസി എന്ന് പറയുന്നത്. ആ കറൻസി കൂട്ടി വെച്ചാൽ അവനത് ഉണ്ടായിട്ടും ചെലവഴിച്ചില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ലെങ്കിൽ പരിഹാസത്തോടുകൂടെ പറഞ്ഞത് സന്തോഷം എന്ന് പറഞ്ഞാ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. ആയതിനാൽ ഇനിയുള്ള സമയം നാം വിനിയോഗപ്പെടുത്തണം. മനസ്സ് തുറന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം, ദുആ ഉണ്ടാവണം, ഒറ്റരാവുകളെ പരിഗണിക്കണം. രാത്രി ഹയാത്താണ് മോളമുള്ളിൽ വരെയെങ്കിലും ഉറങ്ങാതെ ദിക്റിലും സലാത്തിലും ഖുർആൻ പാരായണത്തിലും അറിവ് നേടുന്ന വിഷയത്തിലുമൊക്കെയും സന്നദ്ധരാവണം. കഴിയുമെങ്കിൽ ഇഅ്തികാഫിരിക്കാൻ സന്നദ്ധരാവണം. അല്ലാഹു നമുക്ക് ഇതിനൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുവഴി റബ്ബിന്റെ സഹായം ലഭ്യമാകുന്ന നല്ല ജനങ്ങളെ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാനത്തെ കുറിച്ചൊക്കെ ധാരാളം ഹദീസുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് അടുത്ത ഞായറാഴ്ച നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ കൂടിയ ആളുകളോട് ഉണർത്താനുള്ളത് ഉസ്താദിന്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കുമെന്ന്. ഏകദേശം റമളാൻ 29 ഞായറാഴ്ച വരും. അന്നത്തെ മഗ്‌രിബ് മാസം കണ്ടാൽ തിങ്കളാഴ്ച നോമ്പാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ചയുടെ മുൻപ് ഒന്നുകൂടി പരിശ്രമിക്കാൻ ആഴ്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞു. നല്ലോണം പരിശ്രമിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് എല്ലാവരെയും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, നമ്മുടെ മക്കളെയും പേരമക്കളെയും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഒക്കെയും കഴിവിന്റെ പരമാവധി ആൺപെൺ വ്യത്യാസമില്ലാതെ സദസ്സൊക്കെ നിറഞ്ഞിരിക്കുന്ന രീതിയിലേക്കൊന്ന് സംവിധാനിക്കാൻ എല്ലാവരും സന്നദ്ധരാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ഇവിടെ നടന്നു വരുന്ന ഒരു പതിവാണ് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന 27 രാവിലെ അന്ന് മദ്രസയിലും സ്ത്രീകൾക്ക് ഒരുമിച്ച് കൂടി അവർക്ക് തോന്നിയും ദിക്റും സലാത്തും ഒക്കെ നടക്കാറുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് നടത്തലേ ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അത് എല്ലാവരും സന്നദ്ധരാവുക എന്ന തോന്നിയ ഇതുപോലെ തന്നെ ദിക്റുകളും ഇന്ന് പറയാൻ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണെന്നും തന്ത്രം ഉണർത്തുകയാണ്. വ്യാഴാഴ്ചയാണ് ലൈലത്തുൽ ഖദ്ർ വരുന്നത്, 27 വരുന്നത്. അതിൻ്റെ പകല് അഥവാ 26 നോമ്പിൻ്റെ അന്ന് മദ്രസയിൽ 10 മണിക്ക് ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇല്ലാത്ത ആളുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നാട്ടിൽ പോണ ദിവസമാണ്. അന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവുന്നതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരികയാണ് ചെയ്യുക. ആ സമയത്ത് സദസ്സ് കാര്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്രമമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടമായ കൂട്ടത്തിൽ അല്ലാഹു നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യാഥാർത്ഥ മുത്തഖീങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ സൂറത്ത് ഓതി ചെറിയ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ويا حضرة نبينا وشفيعنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم انصرنا وانصر من نصرنا ومسجدنا يا خير الناصرين. اللهم افتح لنا ولهم يا خير الفاتحين وارزقنا وإياهم يا خير الرازقين ونجنا وإياهم برحمتك من القوم الظالمين. أرحم الراحمين مالك الملوك يا جاد രാജനായ റഹ്മാനേ, അല്ലാഹുവേ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയ റഹ്മാനേ സംഗമം നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം അല്ലാഹ്. നാഫിയായ ഇൽമാക്കി മാറ്റിത്തരണം അല്ലാഹ്. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ മുത്തഖീൻ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഇനിയുള്ള ദിനരാത്ര കഴിവിന്റെ പരമാവധി വിനിയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രി റഹ്മാനേ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണം അല്ലാഹ്. ഇനിയുള്ള ഏത് രാത്രിയിലാണോ ലൈലത്തുൽ ഖദ്ർ വരുന്നതെങ്കിൽ അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ് കുറവാണ്, അമലുകൾ കുറവാണ്, പ്രവർത്തനങ്ങൾ കുറവാണ്. ഈ നൽകിയതായ ഇത്തരത്തിലുള്ളതായ ഓഫറുകൾ റഹ്മാനെ നിരസിക്കുന്ന അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്. പ്രയോജനപ്പെടുത്താനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധ റമദാൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ധാരാളം ഖത്മുകൾ തീർക്കുന്നുണ്ട്, തഹ്ലീലുകൾ ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുന്നുണ്ട്, സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇഅ്തികാഫിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൈകൊണ്ട് കഴിയുന്ന എല്ലാ നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണം അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. നാളെ മീസാൻ കനം കൂട്ടുന്ന നന്മയുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നാളെ മഹ്ശറിൽ വിജയിക്കുന്ന സൽക്കർമ്മങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഖബറിൽ വെളിച്ചമാക്കണം അല്ലാഹ്. അല്ലാഹു, ഇതിന്റെയൊക്കെ മെതിരെ തവാവിനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഉറ്റവരെ കൂടെ ഇവർ കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സഹപ്രവർത്തകർ, കൂടപ്പിറപ്പുകൾ, നാട്ടുകാർ, അയൽവാക്കുകാർ, റഹ്മാനെ ഞങ്ങൾക്ക് താങ്ങുന്നതുമായി നിന്ന ആളുകൾ, കടം നൽകിയതായ ആളുകൾ, അല്ലാഹുവേ സ്വതക്ക നൽകിയതായ ആളുകൾ, ശാരീരികമായി സാമ്പത്തികമായി ഞങ്ങളോടൊപ്പം കൂടെ നിന്ന ആളുകൾ, അല്ലാഹുവേ അവരുടെ കുടുംബം മരണപ്പെട്ടു പോയതായ ആളുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്.
ജീവിച്ചു വെക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. ഇനിയും ധാരാളം നന്മകൾ ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാ. റഹ്മാനേ, മരിച്ചവരുടെ ഖബറിനെ റഹ്മാനേ നീ സ്വർഗ്ഗപൂതോപ്പാക്കണം അല്ലാ. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയാണല്ലോ അല്ലാഹുവേ. സ്വർഗ്ഗപൂങ്കാവിരുന്നുകൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ തട്ടി മാറ്റല്ലോ അല്ലാ. ഞങ്ങൾ മൺമറന്ന് ഇവിടെ ഖബറിൽ നീ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണം അല്ലാ. അവരെ ഞങ്ങളെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുബലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. റഹ്മാനെ, ഇതുപോലെ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വാഅത്ത് നിന്റെ തൃപ്തിയായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ജീവിതത്തിലുടനീളം ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ നീ വേദനിപ്പിക്കല്ല അല്ലാ. രോഗങ്ങൾ നൽകല്ല അല്ലാ. പ്രയാസങ്ങൾ നൽകല്ല അല്ലാ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ ശമനം നൽകണം അല്ലാ. പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാ. ഷാഫിയായ കാഫിയായ നാഥാ, ഞങ്ങളുടെ കുടുംബത്തിൽ, കൂട്ടുകാർ, നാട്ടിൽ റഹ്മാൻ ഇവിടെ കൂടിയ പലരും പല രീതിയിലുള്ളതായ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. ഈ പരിശുദ്ധ റമദാനിന്റെ 23-ാം രാവിന്റെ എഴുത്തുകൾ പ്രതീക്ഷിക്കാവുന്ന ഈ സുന്ദരമായ രാവിന്റെ രാത്രിയുടെയൊക്കെ പകലുകൊണ്ട് ബർക്കത്ത് കൊണ്ട് റഹ്മാനെ എല്ലാ പ്രയാസവും നീ അകറ്റണം അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണം അല്ലാ. ശർറിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കണം അല്ലാ. അല്ലാഹുവേ, ഈ റമദാൻ പൂർത്തിയാക്കാനുള്ള ആരോഗ്യം നൽകണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. അടുത്ത റമദാൻ വരവേൽക്കാനുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. ഈ റമദാൻ നേടിയെത്തതായ റഹ്മാനെ ഈ ഹൃദയശുദ്ധിയെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകണം അല്ലാ. റഹ്മാനെ, അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് റഹ്മാനെ നീ വർദ്ധിപ്പിക്കണം അല്ലാ. മുസ്ലിം ലോകം വരാതെ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യമാണല്ലോ റഹ്മാനെ, നീ സഹായിക്കണം അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഗസയിൽ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾക്ക് മരിച്ചു വീഴുന്ന വാർത്തകളാണ് ദിവസവും സോഷ്യൽ മീഡിയയിൽ പത്രമാധ്യമങ്ങൾ ഞങ്ങൾ കാണുന്നത്. അല്ലാഹുവേ, ഗസയിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരനിൽ നിന്ന് ഉപദ്രവങ്ങൾ നീ അകറ്റണം അല്ലാ. ഇസ്രായേൽ എന്ന യഹൂദി കിംഗമാരിൽ നിന്ന് അല്ലാഹുവേ അവരെ നീ രക്ഷിപ്പിക്കണം അല്ലാ. അല്ലാഹുവേ, അവരിൽ പരിക്കേണ്ട നീ ശിഫ നൽകണം അല്ലാ. അവർ രക്തസാക്ഷികളായ ശുഹദാക്കളെ നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, അവർക്ക് നീ പട്ടിണി കൊടുക്കല്ല അല്ലാ. അവർ പട്ടിണി കിടക്കുകയാണ്, നീ അവർക്ക് ഭക്ഷണം നൽകണം അല്ലാ. അല്ലാഹുവേ, അവർ അനീതിക്കും അക്രമത്തിനും ഇരയാവേണ്ടി വരുന്നു, നീ അവരെ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് മേൽ അവർക്ക് നീ സമ്പൂർണ്ണ വിജയം നൽകണം അല്ലാ. അല്ലാഹുവേ, അധിനിവേശരായ സയനിസ്റ്റ് ശക്തികളെ നീ നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, സയൻസ് നീ തകർക്കേണമേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ശിക്ഷ ഇറക്കേണമേ അല്ലാ. അല്ലാഹുവേ, അവരെ നീ ശപിക്കണമേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഐക്യം നീ തകർക്കണമേ അല്ലാ. അല്ലാഹുവേ, സംഘശക്തിയെ നീ ചിതറിപ്പിക്കണമേ അല്ലാ. അവരെ തകർക്കണം അല്ലാ. അല്ലാഹുവേ, അവരുടെ ബോംബുകൾ അവർക്ക് നേരെ തന്നെ നീ വർഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ജ്യോതിഷ മാലിന്യത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണേ അല്ലാ. സൈനിസ്റ്റുകൾ അവിടെ നിന്ന് നിന്ദിരാക്കി പാതിരാക്കി നീ പുറത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ പ്രതാപം നൽകണേ അല്ലാ. എല്ലാ കേൾക്കുന്നവനും അറിയുന്നവനുമായ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം അല്ലാ. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ
മാനെ ഒരുപാട് മതങ്ങളുണ്ട്, ഞങ്ങൾക്കിടയിൽ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള അവസ്ഥ വരുത്തല്ല അല്ലാ. ഐക്യം നിലനിർത്തണം അല്ലാ, റാഹ് നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ, സൗഹാർദ്ദം നൽകണം അല്ലാ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സമാധാനം സന്തോഷവും നൽകണം അല്ലാ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷ്യം വയ്ക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഇനിയും ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجعلنا واياهم ممن رضي عنهم شهر رمضان ولا تجعلنا ولا اياهم ممن خصمهم شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله جميع الأنبياء والمرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على